SITയുടെ നീക്കങ്ങൾ എന്നുകൂടി അറിയണം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുകിട്ടിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യണം, തെളിവെടുപ്പ് നടത്തണം. അതോടൊപ്പം വിദേശത്തു നിന്നും ഈ 3ാമത്തെ ബലാത്സംഗ കേസിലെ ഇരയെ, പരാതിക്കാരിയെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ രഹസ്യമൊഴി എടുക്കണം. അത്തരം നടപടിക്രമങ്ങൾ എപ്പോഴുണ്ടാകും? ഇനിയുള്ള SITയുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? കൈവരണമെങ്കിൽ കൂടി രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ്. ഇനിയും അത് എടുക്കുന്നത് വൈകിയാൽ ആ വലിയ വിമർശനങ്ങൾക്ക് ശരണ്യ സഹജനിലേക്ക്. ശരണ്യ, ഈ SITയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. നേരത്തെ ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പകൽ സമയമുള്ള തെളിവെടുപ്പ് അത്ര എളുപ്പമാകില്ല. മാത്രമല്ല, ഇത് യുവമോർച്ചയും DYFI ഒക്കെ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രത്യേകിച്ചും പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗികാരോപണ കേസ് ഇങ്ങനെ കത്തിച്ചു നിർത്താൻ തന്നെയായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നീക്കങ്ങളും. അവിടെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നീക്കങ്ങളേറെ ശ്രദ്ധേയമായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ തുടർ നീക്കങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമ, ഈ കേസിനകത്ത് പ്രധാനപ്പെട്ടത് ഈ യുവതിയെ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം കാനഡയിലുള്ള യുവതി സൂം മീറ്റിംഗ് വഴിയാണ് അത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് യുവതി ഇവിടെ എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം എത്രയും വേഗം രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി മെഡിക്കൽ ഫീൽഡിൽ കൂടിയുള്ള യുവതി ഇത് സംബന്ധിച്ചിട്ടുള്ള, അതായത് ഈ രാഹുലുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചും പിന്നീട് ഉള്ള സംഭവവികാസങ്ങൾ, തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവവികാസങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള മറ്റ് രേഖകളും അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുലിനെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഘട്ടത്തിൽ അയാളുടെ രക്തസാമ്പിളുകൾ അടക്കം ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പഴുതടച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള രീതിയിലാണ് ഇന്ന് കോടതിയിലടക്കം പ്രതിഭാഗം വാദം ഉന്നയിച്ചത്. രാഹുൽ പറയുന്നതും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു. അതുമാത്രമല്ല, ഈ പറയുന്നതെല്ലാം ഒരു കുക്ഡ് അപ്പ് സ്റ്റോറിയാണ്, അതായത് അത് ഒരു ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ് എന്നുള്ളതാണ് അവർ കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം. മാത്രമല്ല, സർക്കാർ ഇതിനെ ഉപയോഗിക്കുന്നു, തന്നെ ഒരു പ്രദർശന വസ്തുവിനെ പോലെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിഭാഗം ഈ കാര്യങ്ങൾ കോടതിയിൽ രാഹുലിന്റെ വാദം ഇതാണ്, ഇതിന് രാഷ്ട്രീയ പ്രേരിതമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് നേരെ പോലും വെല്ലുവിളി മുഴക്കിയിരുന്നു. താൻ ഈ കേസിൽ തിരിച്ചു വരും, പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും, വിജയിക്കും. അത് വലിയ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇവിടെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും നടപടികളും ഉണ്ടായത്. അവിടെ രാഷ്ട്രീയ പ്രേരിതമല്ല. കാരണം അത്ര അധികം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകളുണ്ട്. പക്ഷെ അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മവിശ്വാസം ഈ യുവതികൾക്കെതിരെയും തൻ്റെ കൈവശം ചില തെളിവുകൾ ഉണ്ട് എന്നാണ്. പക്ഷെ അത് കോടതിയിലേക്ക് വരുമ്പോൾ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയായിരിക്കും ഇനി അടുത്ത നടപടികളെന്നറിയണം. മാത്രമല്ല, ഈ അതിജീവിതയുടെ 3ാമത്തെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കുന്ന നടപടികൾ എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഈ പരാതിയിൽ നിയമസാധുത കൈവരണമെങ്കിൽ അവിടെ കൃത്യമായി രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വൈകാതെ തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നൊരു നീക്കത്തിലേക്ക് SIT കടന്നത്. അതായത് ഇന്ന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ എന്നാണ് അവർ ആദ്യം നോക്കിയത്. പക്ഷേ അത് സംബന്ധിച്ച ഏത് തരത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് മജിസ്ട്രേറ്റിന്റെയും അതോടൊപ്പം ഈ യുവതിയുടെയും കൂടി സൗകര്യം നോക്കിയിട്ടാണ് അതുമായി ബന്ധപ്പെട്ട
ക്രമീകരണങ്ങൾ SIT ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമോ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. അങ്ങനെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടെ ഈ പരാതിക്ക് നിയമസാധുത കൈവരും. അതായത് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്ന ഒരു തീരുമാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. അതേസമയം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തെ പിന്നീട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തനിക്കെതിരെ ഗൂഢാലോചനയായി പിന്നീട് അത് രാഷ്ട്രീയമായി പകപോക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ് എന്നൊരു വാദമുഖങ്ങളാണ് പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. അങ്ങനെ വരുമ്പോൾ ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളെ ഖണ്ഡിക്കുന്ന തെളിവുകൾ നിരത്തുക എന്നതാണ് പ്രോസിക്യൂഷന് മുമ്പിലെ വെല്ലുവിളി. അതിന് ആദ്യഘട്ടത്തിൽ അവർ വിജയിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ. കാരണം ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം, അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിലില്ല. രാഹുലിനെ പാർട്ടി പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. MLA സ്ഥാനത്തൊന്നു വരെ പോകാൻ സാധ്യതയല്ല. ആ സ്ഥാനം തന്നെ നഷ്ടമായേക്കുമെന്നുള്ള സംശയങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഈ ഗുരുതരമായ ആരോപണങ്ങളുമായി അതാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതിരോധിക്കുന്നത്. കാരണം തങ്ങളുടെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാള് രാജിവെക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും കോൺഗ്രസ് ഞങ്ങൾ തീരുമാനം പറയുന്നില്ല, ഞങ്ങൾ അത് പുറത്താക്കിയ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.